ഹായ് ഡിയോസ്, പ്രീ സ്കൂൾ എഡ്യൂക്കേഷന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തേർഡ് യൂണിറ്റിന്റെ ലാസ്റ്റ് പാർട്ടാണ്. ഇനി നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ബാൽവാടിയാണ് അല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അംഗൻവാടികളെ കുറിച്ചും അംഗൻവാടികളുടെ റൂൾസ്, അംഗൻവാടി വർക്കേഴ്സിന്റെ റോൾസും റെസ്പോൺസിബിലിറ്റീസും ഒക്കെ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാൽവാടിയാണ്. അപ്പോൾ നിങ്ങളിൽ പല ആളുകൾക്കും സംശയം ഉണ്ടാവും, ഈ അംഗൻവാടിയും ബാൽവാടിയും ഒന്ന് തന്നെയല്ലേ എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടാവാം. ഓക്കെ, അപ്പോ ഏകദേശം അതിന്റെ സെറ്റിങ്സ് ഒക്കെ നോക്കുമ്പോൾ, അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഫങ്ഷനിങ് ഒക്കെ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് സെയിം ആണ്. എന്നാലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ട്. എന്താണെന്ന് നോക്കാം. അതുപോലെ തന്നെ നമ്മൾ അംഗൻവാടിക്കും ബാൽവാടി എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ പ്രീ സ്കൂൾ എഡ്യൂക്കേഷനിലുള്ള ഡിഫറെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് പഠിക്കുന്നത്. അപ്പോൾ അതില് എന്താണ് അംഗൻവാടിയും ബാൽവാടിയും ഒന്നല്ല. പക്ഷെ എന്താണ് നമ്മള് അംഗൻവാടിനെയും ബാലവാടി എന്നൊക്കെ പറയാറുണ്ട്. കാരണം അത് രണ്ടും പ്രീ സ്കൂൾ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അതുപോലെ തന്നെ എന്താണ് ഇത് ഫങ്ഷൻ ചെയ്യുന്നതൊക്കെ ഏകദേശം ഒരേപോലെയാണ്. അപ്പോ ബാൽവാടിയുടെ ഭാഗമായിട്ട് അംഗൻവാടികളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. Balwadi is a native Marathi name for preschools in Maharashtra. It has been defined by Duell, who is quoted by R.P. Shukla as a rural pre-primary school run economically but scientifically and using as many educational aids as possible, prepared from locally available material. അപ്പൊ ബാൽവാടി എന്ന് പറഞ്ഞാൽ എന്താണ്? മഹാരാഷ്ട്രയിലുള്ള ഒരു പ്രീ സ്കൂളാണ്. അപ്പൊ മറാത്തി നെയിമാണ്, ശരിക്കും മറാത്തി വേർഡാണ് ബാൽവാടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ബാൽവാടിയെ കുറിച്ച് ഗ്രൂവല് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അത് R.P. ശുക്ലയാണ് കോട്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. A rural pre-primary school run economically but scientifically and using as many educational aids as possible, prepared from locally available material. അപ്പൊ ഇത് ഗ്രാമീണ പ്രദേശത്തുള്ള ഒരു പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ സെറ്റപ്പ് ആണ്. അപ്പോൾ അവിടെ ഫീസ് ഒക്കെ കൊടുത്തിട്ട് അത് എക്കണോമിക്കലി ഫങ്ഷൻ ചെയ്യുന്ന ഒരു പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ സിസ്റ്റം ആണ്. പക്ഷെ എന്താണ് അവിടെ സയന്റിഫിക് ആയിട്ടുള്ള ഒരു ലേണിംഗ് മെറ്റീരിയൽസും ലേണിംഗ് മെത്തേഡ്സ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതായത് എഡ്യൂക്കേഷണൽ എയ്ഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. മെറ്റീരിയൽസ് ഒക്കെ അത് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസിൽ നിന്നും മെയ്ഡ് ചെയ്തിട്ടുള്ള എഡ്യൂക്കേഷണൽ ടൂൾസും എയ്ഡ്സും മെറ്റീരിയൽസും ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രദേശത്ത് അവൈലബിൾ ആയിട്ടുള്ളതാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ബാൽവാടി എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തത് തരാബായ് മൊഡാക്ക് ആണ്. പക്ഷേ ഫസ്റ്റ് ബാൽവാടി, അതായത് മഹാരാഷ്ട്രയിലുള്ള താനെ എന്ന് പറയുന്ന ആ ഒരു ഡിസ്ട്രിക്റ്റിലെ ഒരു കോസ്റ്റൽ വില്ലേജിൽ, ബോർഡി എന്ന് പറയുന്ന ഒരു കോസ്റ്റൽ വില്ലേജില് ഫസ്റ്റ് ബാൽവാടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നൂതൻ ബാൽ ശിക്ഷൻ സംഘാണ്. ഇത് 1945 ഈ ഒരു ബാൽവാടി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ദെൻ മൊഡാക്ക് പിന്നീട് ഒരുപാട് ടൈപ്പ് ഓഫ് ബാൽവാടികൾ, എസ്പെഷ്യലി 2 ടൈപ്സ് ഓഫ് ബാൽവാടികൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. Modak started 2 types of balwadis, namely Central Balwadi and Angan Balwadi or Anganwadi. അപ്പൊ ഇവിടെ അംഗൻവാടി വന്നിട്ടുണ്ടല്ലോ. എന്താണ് 2 ടൈപ്പ് ഓഫ് ബാൽവാടിയാണ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഒന്ന് സെൻട്രൽ ബാൽവാടിയാണ്, ഒന്ന് അംഗൻ ബാൽവാടിയാണ്. അപ്പൊ ബാൽവാടിയുടെ ഒരു ടൈപ്പ് ആണ് അംഗൻവാടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള അംഗൻവാടി എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളൊരു പ്രീ സ്കൂൾ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഓക്കെ, അപ്പം സെൻട്രൽ ബാൽവാടി, അംഗൻ ബാൽവാടി, 2 ടൈപ്പ് ഓഫ് ബാൽവാടി ഉണ്ട്. അപ്പൊ അതെന്താണെന്ന് നമുക്ക് നോക്കാം.
Central Balwadi function during regular school hours and are centrally located, whereas Angan Balwadis are located in the neighborhood of the children targeted and have hours at their convenience. Modax was a pioneer effort in providing non-formal education at the preschool level in India. സെൻട്രൽ ബാൽവാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് നോർമൽ സ്കൂൾ അവേഴ്സിലാണ് വർക്ക് ചെയ്യുക. ഓക്കെ, അപ്പം നോർമൽ റെഗുലർ ആയിട്ടുള്ള സ്കൂൾ അവേഴ്സിലാണ് സെൻട്രൽ ബാൽവാടികൾ വർക്ക് ചെയ്യുക. പക്ഷെ അംഗൻ ബാൽവാടികൾ എന്ന് പറയുന്നത് അത് കുട്ടികളുടെ ആ ഒരു എന്താണ് അവരുടെ കൺവീനിയൻസിനനുസരിച്ചാണ്. അപ്പൊ സെൻട്രൽ ബാൽവാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഗുലർ സ്കൂൾ അവേഴ്സിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ അത് സെൻട്രലി ലൊക്കേറ്റഡ് ആണ്. കാരണം എല്ലായിടത്തും അത് അവൈലബിൾ ആണെന്നില്ല. ഏതെങ്കിലും ഒക്കെ ടൗണുകളിലോ അങ്ങനെയൊക്കെയാണ് സെൻട്രൽ ബാൽവാടികൾ ഉണ്ടാവുക. പക്ഷെ അംഗൻവാടികൾ കുട്ടികളുടെ അടുത്തടുത്തടുത്ത് ഇപ്പൊ നമ്മൾ കാണുന്നില്ലേ, ഓരോരോ ഏരിയാസിലും അംഗൻവാടികൾ ഉണ്ട് അല്ലെ. ഒരു വില്ലേജ് തന്നെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ അവിടെ 2 or 3 അംഗൻവാടികൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോ ആ ഒരു രീതിയിൽ എന്താണ് അംഗൻവാടികൾ കുറച്ചുകൂടെ കുട്ടികൾക്ക് ഈസിലി ആക്സസബിൾ ആണ്. അപ്പം അത് റൂറൽ ഏരിയാസ് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ളതാണ് അംഗൻ ബാൽവാടികൾ. അപ്പം ഇവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് കുട്ടികളുടെ ഒരു കൺവീനിയൻസിനനുസരിച്ച് സ്കൂൾ അവേഴ്സ് ബേസ് ചെയ്തിട്ടല്ല, കുട്ടികൾക്ക് അവരുടെ കൺവീനിയൻസ് അനുസരിച്ചാണ് അവിടുത്തെ വർക്കിംഗ് അവേഴ്സ് ഒക്കെ തീരുമാനിക്കുന്നത്. അപ്പം ഒരാൾക്ക് അദ്ദേഹം ഈ ഒരു നോൺ ഫോമൽ എഡ്യൂക്കേഷൻ, അതായത് പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ ഒരു നോൺ ഫോമൽ ലെവലിലുള്ള എഡ്യൂക്കേഷൻ ആണല്ലോ കൂടുതൽ നമ്മൾ ഈ അംഗൻവാടികളിലൂടെയും ബാൽവാടികളിലൂടെയും ഒക്കെ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലൊരു നോൺ ഫോമൽ ആയിട്ടുള്ള പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ അത്രത്തോളം പ്രാധാന്യം കൊടുത്ത, അതിൽ അത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു വ്യക്തിയാണ് കേട്ടോ മൊഡാക്ക്. The purpose of Balwadi is to provide a child facility for physical and mental growth at school and at home. Thousands of Balwadis have been set up all over India by government and non-governmental agencies. അപ്പോ ഈ ഒരു ബാൽവാടിയുടെ പേർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുട്ടികൾക്ക് അവരുടെ ഫിസിക്കൽ ആയിട്ടുള്ള മെന്റൽ ആയിട്ടുള്ള ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുക. സ്കൂളിലും വീട്ടിലും ഒക്കെ അവർക്ക് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ, ഗ്രോ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഒരുക്കുക. അതുപോലെ തന്നെ എന്താണ്, അവരെ നല്ല രീതിയിൽ മുന്നോട്ട് ലീഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എന്താണ് പ്രൈവറ്റ് ആയിട്ടും ഗവൺമെന്റ് ആയിട്ടും ഒക്കെ തന്നെ എന്താണ് ഒരുപാട് ഇത്തരത്തിലുള്ള പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ സിസ്റ്റംസ്, അംഗൻവാടി, ബാൽവാടി ആ ഒരു രീതിയിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോ ഇതാണ് ബാൽവാടിയുടെ പേർപ്പസ് എന്ന് പറയുന്നത്. അപ്പൊ കുട്ടികൾക്ക് ഫിസിക്കലി മെന്റലി ഒക്കെ ഗ്രോ ചെയ്യാനും അതുപോലെ തന്നെ എന്താണ് അവർക്ക് നല്ല രീതിയിൽ റിലാക്സ്ഡ് ആയിട്ട് ജോയ്ഫുൾ ആയിട്ടുള്ള ഒരു ലേണിംഗ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളാണ്. ദെൻ നമുക്ക് നോക്കാം, ലാസ്റ്റ് പാരഗ്രാഫ് നോക്കാം. Balwadis were further developed as a part of the Government of India's poverty alleviation program by universalizing education. They were developed for children of India's rural poor. The Balwadi Nutrition Program provides food for children at these schools. അപ്പം ബാൽവാടികൾ എന്താണ് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയായിട്ട് റിലേറ്റഡ് ആയിട്ടും ബാൽവാടീസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് കുട്ടികള് നമുക്കറിയാം ഇന്ത്യയിലുള്ള കുട്ടികൾ മുമ്പ് നേരത്തെ എന്തായിരുന്നു, ആൾക്കാർക്ക് നോർമൽ ആയിട്ട് 3 times ഫുഡ് കഴിക്കാനുള്ള ആ ഒരു സാമ്പത്തിക ശേഷി പോലും ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്താണ് കുട്ടികൾക്ക് ഈ ഒരു പ്രീ സ്കൂൾ എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് ഇവിടുന്ന് തന്നെ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു രീതി. അപ്പൊ ഇപ്പോഴത്തെ നമ്മുടെ അംഗൻവാടിയും ആ ഒരു രീതിയിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം അതിലൂടെ എന്താണ് കുട്ടികൾക്ക് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ്, മുട്ട, പാല് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ രാവിലെ ഉച്ചക്കും വൈകുന്നേരം അതുപോലെ ഉപ്പുമാവൊക്കെ കൊടുത്തു വിടും അല്ലെ. ഇപ്പൊ കുട്ടികൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് അവൈലബിൾ ആക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടെ ഇതിന്റെ പുറകിലുണ്ട് കേട്ടോ.
അപ്പോൾ അതിന്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ നമ്മൾ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ യൂണിവേഴ്സലൈസ് ചെയ്യാണെന്ന് പറഞ്ഞു. അപ്പോൾ ലോകത്തിലുള്ള എല്ലാ കുട്ടികൾക്കും നല്ല ക്വാളിറ്റി ഉള്ള, എന്നാൽ അവർക്ക് നല്ല എന്താണ് ഫോർമാലിറ്റി ഇല്ലാത്ത ഒരു പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ കിട്ടണം എന്നുള്ളത് കൊണ്ട് തന്നെ അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ബാൽവാടികൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് മെയിൻ ആയിട്ടും ഗ്രാമീണ പ്രദേശത്തുള്ള റൂറൽ ഏരിയാസിലുള്ള പാവപ്പെട്ട കുട്ടികളെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് അംഗൻവാടികളും ബാൽവാടികളും ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ എന്താണ് ബാൽവാടീസിൽ കുട്ടികൾക്ക് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതിലൂടെ കുട്ടികൾക്ക് മെന്റലി, ഫിസിക്കലി, ഇന്റലക്ച്വലി ഒക്കെ ഗ്രോ ചെയ്യാനുള്ള ഒരു എനർജിയും ഒരു ഓപ്പർച്യൂണിറ്റിയും ഒക്കെ കിട്ടും എന്നുള്ളതാണ്. അപ്പൊ ഇത്രയാണ് ബാൽവാടികളെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ അംഗൻവാടികളിൽ നിന്ന് ബാൽവാടി എത്രത്തോളം വേറിട്ട് നിൽക്കുന്നു എന്ന് മനസ്സിലായല്ലോ. അപ്പോ രണ്ടും പ്രീ സ്കൂൾ സെറ്റിംഗ്സ് ആണ്. ഇതിന്റെ ഏകദേശം ഫങ്ഷനിങ് ഒക്കെ സെയിം ആണ്. ഒരു മറാത്തി നെയിമാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതില് അംഗൻവാടിയും സെൻട്രൽ ബാൽവാടിയും ഉണ്ട്. അപ്പൊ നമ്മുടെ നോർമൽ അംഗൻവാടിയോട് സിമിലാരിറ്റി ഉള്ളത് തന്നെയാണ്. അല്ലെങ്കിൽ അതിന്റെ എന്താണ് മറാത്തി നെയിമേ ഉള്ളൂ. അതിന്റെ നമ്മുടെ മറ്റുള്ള സ്റ്റേറ്റിലോട്ട് പോകുമ്പോൾ സെയിം തന്നെയാണ്. അതിന്റെ നമ്മുടെ കേരള വേർഷൻ ആയിരിക്കാം നമുക്ക്. കാരണം ഓരോ സ്റ്റേറ്റിലും ഡിഫറെന്റ് ഗവൺമെന്റ് ആണ് റൂൾ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഗവൺമെന്റിന്റെ പോളിസീസ് അനുസരിച്ച് അവിടുത്തെ എല്ലാ സെറ്റിങ്സിലും വേരിയേഷൻ ഉണ്ടാവും. അപ്പൊ ഓരോ സ്റ്റേറ്റിന്റെയും എന്താണ് ഗവൺമെന്റിന്റെ നയങ്ങള് സ്ലൈറ്റ്ലി ഡിഫറെന്റ് ആണ്. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലും ചെറിയ ചെറിയ വേരിയേഷൻസ് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്കെല്ലാം മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇത്രയാണ് നമുക്ക് ബാൽവാടിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ക്രീഷെ. ക്രീഷെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ക്രീഷെ എന്ന് പറഞ്ഞാല് ചെറിയ കുട്ടികളെ അവരുടെ പാരന്റ്സ് വർക്ക് ചെയ്യോ ഷോപ്പ് ചെയ്യാനൊക്കെ പോകുമ്പോൾ അവരുടെ കുട്ടികളെ കൊണ്ടുവരുന്ന ആക്കാനുള്ള ഒരു പ്ലേസ് ആണ് ശരിക്കും ക്രീഷെ എന്ന് പറയുന്നത്. അപ്പം ക്രീഷയിൽ എന്താണ് കുട്ടികളെ അവിടെ ഏൽപ്പിച്ചിട്ട് പാരന്റ്സിന് കുറച്ച് മണിക്കൂറത്തേക്ക് മാറി നിൽക്കാം എന്നുള്ളതാണ്. അപ്പൊ അവിടെ അവരെന്താണ് കുട്ടികൾക്ക് നല്ല രീതിയിൽ അവരുടെ ഓവറോൾ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. Then Krishi are designed to provide group care to children usually up to 6 years of age who need care, guidance and supervision away from their home during the day. അപ്പൊ ഡേ ടൈമിലാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു ഡേ കെയർ ടൈപ്പ് ഓഫ് ഫെസിലിറ്റി ആണ് ഇവിടെ ഉള്ളത്. ഇപ്പൊ എന്താണ് ഇവിടെ 6 മാസം മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇവിടെ നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ 6 മാസം മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഏർലി ചൈൽഡ്ഹുഡിൽ അവർക്ക് വേണ്ട ആ ഒരു കെയറും സ്നേഹവും ഒക്കെ കൊടുത്തിട്ട് ആ ഒരു രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 3 മുതൽ 6 വയസ്സ് വരെയുള്ള ആ ഒരു കുട്ടികൾക്ക് ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡേ ടൈമിൽ അവരുടെ പാരന്റ്സിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ അവർക്ക് അവരെ സൂപ്പർവൈസ് ചെയ്യുക, അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കുക, കെയർ കൊടുക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ക്രീച്ചെ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണെന്ന്. ഫസ്റ്റ് പോയിന്റ് നോക്കുക. ടു പ്രൊവൈഡ് ഡേ കെയർ ഫെസിലിറ്റീസ് ഫോർ ചിൽഡ്രൻ 6 months to 6 years ഓഫ് വർക്കിംഗ് മദേഴ്സ് ഇൻ ദ കമ്മ്യൂണിറ്റി. അപ്പൊ എസ്പെഷ്യലി ജോലി ചെയ്യുന്ന അമ്മമാരുടെ കുഞ്ഞുങ്ങളെയാണ് ഇവിടെ ആ ഒരു ഡേ കെയർ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. 6 മാസം മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഈ ഒരു ഫെസിലിറ്റി ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. Then early stimulation for children below 3 years and preschool education for 3 to 6 years old children. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ 3 years വരെയുള്ള കുട്ടികൾക്ക് ഏർലി സ്റ്റിമുലേഷൻ, ആദ്യത്തെ ഒരു എന്താണ് ബർത്തിന് ശേഷം അവർക്ക് വേണ്ട ആ ഒരു സ്നേഹവും കെയറിങ്ങും ആ ഒരു രീതിയിലാണ്. 3 to 6 years ഏജ് ഗ്രൂപ്പിൽ വരുന്ന കുട്ടികൾക്ക് പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സിമ്പിൾ അല്ലേ? Then third point നോക്കൂ. To improve nutrition and health status of children. എന്താണ് കുട്ടികൾക്ക് എന്താണ് അവരുടെ ന്യൂട്രീഷൻ റിലേറ്റഡ് ആയിട്ട്, അപ്പൊ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡൊക്കെ പ്രൊവൈഡ് ചെയ്യും. അവരുടെ ഹെൽത്ത് ഒക്കെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുള്ളതാണ്. ആൻഡ് ഫോർത്ത് പോയിന്റ്, ടു പ്രൊമോട്ട് ഫിസിക്കൽ, കോഗ്നിറ്റീവ്, സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ. അതായത്
ഓവറോൾ ഡെവലപ്മെന്റ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഫിസിക്കൽ ഡെവലപ്മെന്റിന്റെ കൂടെ തന്നെ അവരുടെ എന്താണ് മെന്റൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ്, അതുപോലെ പുതിയ പുതിയ നോളജുകൾ അവർക്ക് കിട്ടാൻ വേണ്ടി ആ ഒരു കൊഗ്നിറ്റീവ് ലെവലിൽ പുതിയ നോളജുകൾ അവർക്ക് അണ്ടർസ്റ്റാൻഡിങ് ലെവലിലൂടെ നല്ല രീതിയിൽ മനസ്സിലാക്കി കൊടുക്കാനും, മറ്റുള്ള കുട്ടികളുമായിട്ട് മിങ്കിൾ ചെയ്ത് ഒരു സോഷ്യൽ ഡെവലപ്മെന്റ് ഉണ്ടാക്കാനും, അതുപോലെ അവരുടെ എന്താണ് ദേഷ്യം, കരച്ചില് അതൊക്കെ നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് ഇമോഷണൽ ഡെവലപ്മെന്റ് ഉണ്ടാക്കാൻ ആ ഒരു രീതിയിൽ ഓവറോൾ ഡെവലപ്മെന്റ് ആണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. Then fifth point, to educate and empower parents, caregivers for better child care. അതുപോലെ അവർക്ക് എന്തെങ്കിലും കുട്ടികൾക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പാരന്റ്സിനും എന്ത് ചെയ്യും, എഡ്യൂക്കേറ്റ് ചെയ്യും. അതായത് കുട്ടികൾക്ക് നല്ല രീതിയിൽ എങ്ങനെയുള്ള കെയറിങ് കൊടുക്കണം, വീട്ടിൽ ഏതൊരു രീതിയിൽ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് പാരന്റ്സിനും കൃത്യമായിട്ടുള്ള അവയർനെസ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളതാണ്. അപ്പൊ എത്രയാണ് ക്രീഷിയസ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ കൃഷിയെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ, കൃഷി എന്താണെന്നൊക്കെ ഉള്ളത്. നമ്മള് എന്താണ് ഡിഫറെന്റ് ഗവൺമെന്റിന്റെ പോളിസീസിൽ കൃത്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഫീ ഒക്കെ എങ്ങനെയാണ് കൊടുക്കേണ്ടത്, ആ ഒരു കാര്യമൊക്കെ നമ്മൾ സെക്കൻഡ് യൂണിറ്റിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് കേട്ടോ. അപ്പം സിമ്പിൾ ആയിട്ട് ഒന്നുകൂടെ ഇവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, പ്രീ സ്കൂൾ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള രീതിയിൽ ഒന്നുകൂടെ റിപ്പീറ്റ് ആയിട്ട് മെൻഷൻ ചെയ്തതേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ ആണ്. അപ്പോൾ പ്രീ സ്കൂൾ എഡ്യൂക്കേഷന്റെ ഡിഫറെന്റ് ടൈപ്സ് ആണ്. ഫസ്റ്റ് വൺ നോക്കൂ, മോണ്ടിസോറി ആണ്. അപ്പൊ മോണ്ടിസോറി മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു എന്താണ് ഡെവലപ്മെന്റൽ അപ്രോച്ച് ആണ്, ലേണിങ്ങിനോടുള്ള ഒരു ഡെവലപ്മെന്റൽ അപ്രോച്ച് ആണ്. ഇവിടെ എന്താണ് കുട്ടികളെ പുതിയ പുതിയ സ്കില്ലുകൾ നേടിയെടുക്കാനും കാര്യങ്ങളെ കണ്ടുപിടിക്കാനും ആ ഒരു രീതിയിൽ കുട്ടികളുടേതായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകുക എന്നുള്ള രീതിയിലാണ്. ദെയർ ഓൺ അല്ലെങ്കിൽ ഹെർ ഓൺ പേസ് ടു മാസ്റ്ററി ആണ്. കുട്ടികളുടേതായിട്ടുള്ള രീതിയിൽ കുട്ടികൾ എന്ത് ചെയ്യുന്നു, മുന്നോട്ട് ചുവട് വെച്ച് ആ ഒരു സക്സസിലോട്ട്, ആ ഒരു അച്ചീവ്മെന്റിലോട്ട് എത്തുന്നു. ഇവിടെ ടീച്ചേഴ്സ് എന്താണ്, ടീച്ചേഴ്സ് ആർ മെൻഷൻഡ് ആസ് ഗൈഡ്സ് ആൻഡ് സ്റ്റുഡൻസ് ലേണിംഗ് ഈസ് റെഫേർഡ് ടു ആസ് വർക്ക്. അപ്പൊ എന്താണ് ഇവിടെ ടീച്ചേഴ്സിനെ ഗൈഡ്സ് ആയിട്ടാണ് മെൻഷൻ ചെയ്യുന്നത് അല്ലെ. അപ്പൊ എന്താണ് ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ വഴികാട്ടി ആയിരിക്കണം. അതുപോലെ കുട്ടികളുടെ ആ ഒരു ലേണിംഗ് പ്രോസസ്സിനെ വർക്ക് അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുക എന്നുള്ള രീതിയിൽ, ആ ഒരു രീതിയിലാണ് കുട്ടികൾ ലേണിംഗ് ബൈ ഡൂയിങ്ങും ആക്ടിവിറ്റീസും ഒക്കെയാണ് കൂടുതൽ ഇവിടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് കേട്ടോ. ലേണിംഗ് ഈസ് ഹാൻഡ്സ് ഓൺ വിത്ത് അറ്റൻഷൻ ഓൺ സോഷ്യൽ ആൻഡ് പ്രാക്ടിക്കൽ ലൈഫ് സ്കിൽസ്. അതുപോലെ തന്നെ എന്താണ് ലേണിംഗ് കൂടുതൽ എന്താണ് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും ചെയ്യുന്നത്. അതായത് കൈകൊണ്ട് ചെയ്യുന്ന ലേണിംഗ് ബൈ ഡൂയിങ്ങും ലേണിംഗ് ബൈ എക്സ്പെരിമെന്റും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ലൈഫ് സ്കില്ലുകളാണ് കൂടുതൽ അവരുടെ ഡേ ടു ഡേ ലൈഫിൽ ആവശ്യമായിട്ടുള്ള അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. A much of learning occurs through special Montessori toys or tools called manipulatives. അപ്പൊ ഇവിടെ എന്താണ് മോണ്ടിസോറി ടോയ്സും ടൂൾസും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ആ മോണ്ടിസോറി ടോയ്സിനെയും ടൂൾസിനെയും ആണ് നമ്മൾ പറയുന്നത് എന്ത്, മാനിപ്പുലേറ്റീവ്സ് എന്ന് പറയുന്നത്. അതായത് ഈ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഡിഫറെന്റ് ടൂൾസ്, ടോയ്സ്, ലേണിംഗ് മെറ്റീരിയൽസ് ഒക്കെയാണ് മാനിപ്പുലേറ്റീവ്സ് എന്ന് പറയുന്നത്. നമ്മുടെ പ്രോബല് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചല്ലോ, ഗിഫ്റ്റ്സ് എന്നാണ് അദ്ദേഹത്തിന്റെ ടോയ്സിനെ പറയാം. അതുപോലെ മോണ്ടിസോറി മെത്തേഡില് മാനിപ്പുലേറ്റീവ്സ് ആണ് നമ്മൾ ടോയ്സ് ആൻഡ് ടൂൾസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ മാനിപ്പുലേറ്റീവ്സിൽ എന്തൊക്കെയാ വരുന്നത്, പസിൽസ്, ബ്ലോക്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതുപോലെ ക്ലാസ് റൂം നോക്കുകയാണെങ്കിൽ ക്ലാസ് റൂംസ് ആർ മൾട്ടി ഏജ് വിത്ത് അറ്റൻഷൻ ഓൺ ബിൽഡിംഗ് എ കമ്മ്യൂണിറ്റി ഓഫ് ലേണേഴ്സ് ദാറ്റ് സപ്പോർട്ട് വൺ അനദർ. അപ്പൊ മിക്സ്ഡ് ഏജ് ഉള്ള ആൾക്കാരായിരിക്കും. അപ്പം എന്താണ് ഡിഫറെന്റ് ഏജിലുള്ള ആൾക്കാർ അവിടെ ഉണ്ടാവാം. അപ്പൊ അവിടെ എന്താണ് ഇപ്പൊ നമ്മൾ 3 to 7 years അല്ലെങ്കിൽ 3 to 8 years ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ 3 വയസ്സുള്ള കുട്ടി ഉണ്ടാവും, 6 വയസ്സുള്ള കുട്ടി അവിടെ ഉണ്ടാവാം. അപ്പം അതിലൂടെ എന്താണ് മറ്റുള്ള കുട്ടികളായിട്ട് മിങ്കിൾ ചെയ്യാനും പരസ്പരം സപ്പോർട്ട് ചെയ്ത് ആ ഒരു രീതിയിൽ നല്ല എന്താണ് ഒരു സോഷ്യൽ ഡെവലപ്മെന്റ് കുട്ടികളിൽ ഉണ്ടാക്കാൻ കൂടെ ഇത് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. ദെൻ സെക്കൻഡ് നോക്കുക, Reggio Emilia. Reggio Emilia approach is all project based. Students choose topics to explore with one another, emphasizing the importance of working together as a community.
Students learn to observe and make inquiries about the world around them and develop a drive for exploration and discovery. A Reggio Emilia classroom focuses on using the four senses to find out, and therefore the teacher is more of a facilitator, allowing student questionnaires to guide learning. The thought is that cooperative learning creates respectful and responsible citizens in the world. അപ്പൊ ഇവിടെ പ്രൊജക്ട് ബേസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണിത്. അപ്പൊ നിങ്ങൾ പ്രൊജക്ട് ബേസ്ഡ് എന്നൊക്കെ എന്തോ വലിയ നമ്മൾ ചെയ്യുന്ന ഒരു അസൈൻമെന്റ് പോലെയോ പ്രൊജക്ട് പോലെയോ ഒന്നും ചിന്തിക്കേണ്ട കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് അവര് എൻക്വയറിയിലൂടെ പഠിക്കുന്നത്. അപ്പൊ കുട്ടികൾക്ക് തന്നെ അവിടെ ടോപ്പിക് ചൂസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അവരെന്ത് ചെയ്യും, അതിൽ എക്സ്പ്ലോർ ചെയ്ത് ഒരുമിച്ച് എന്ത് ചെയ്യും, മറ്റുള്ള കുട്ടികളുമായിട്ടും ഗ്രൂപ്പായിട്ടൊക്കെ വർക്ക് ചെയ്തുകൊണ്ട് അവരുടെ ആ ഒരു എൻക്വയറിയിലോട്ട് എത്തുകയാണ്. അപ്പോൾ കുഞ്ഞു കുഞ്ഞു അവരുടേതായിട്ടുള്ള ലെവലിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം കുട്ടികൾ എന്ത് ചെയ്യും, ഒബ്സർവ് ചെയ്തിട്ടാണ് കാര്യങ്ങളെ കണ്ടെത്തുന്നത്. ഇപ്പം ചെറിയ കാര്യം എന്താണ്, ഇപ്പം ഈ പൂമ്പാറ്റയൊക്കെ ഉണ്ടല്ലോ, പൂമ്പാറ്റ അത് എന്താണ് അതിന്റെ പ്യൂപ്പയൊക്കെ അതിൽ നിന്നാണല്ലോ അതിന്റെ കുഞ്ഞുണ്ടാകുന്നത്. അപ്പൊ ആ ഒരു കാര്യമായിരിക്കും ചിലപ്പോൾ കുട്ടികൾ ഒബ്സർവ് ചെയ്യുന്നത്. അങ്ങനെ കുട്ടികൾ കണ്ടെത്തും അല്ലേ അതിന്റെ കുഞ്ഞ് എങ്ങനെയാണ് പുറത്തോട്ട് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അത് പ്യൂപ്പൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, മുറ്റത്ത് കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുക്കണം. പിന്നീട് അത് പൊട്ടിച്ച് പുറത്തോട്ട് പോകുന്ന എന്തെങ്കിലും ഫോട്ടോസോ വീഡിയോസോ ഒക്കെ നമുക്ക് കാണിച്ചു കൊടുക്കാം. അതിനുശേഷം ആ കൂട് അത് പുറത്തു പോയി ഒരു പൂമ്പാറ്റയായി മാറി എന്നുള്ളതൊക്കെ അത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു നോളജുകളൊക്കെ നമുക്ക് അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ നമ്മൾ ജസ്റ്റ് അവർക്ക് എന്ത് ചെയ്യുക, ഗൈഡ് ചെയ്യുക. അവര് തന്നെ സ്വയം അത് പറയും, അത് പുറത്തു പോയി എന്നൊക്കെ അവർ ചിലപ്പോൾ പറഞ്ഞേക്കാം. അപ്പൊ ഈ ഒരു റെഗ്ഗിയോ എമിലിയ ക്ലാസ് റൂമുകളിൽ കൂടുതലും എന്താണ്, കുട്ടികളുടെ ഡിഫറെന്റ് സെൻസുകൾ യൂസ് ചെയ്യുക, അതിന് കൂടുതൽ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു രീതിയാണ് കേട്ടോ. അതായത് ഡിഫറെന്റ് സെൻസുകൾ ഉണ്ടല്ലോ, ഏതൊക്കെയാണ്? വിഷ്വൽ ഉണ്ട്, അതായത് നമ്മൾ കണ്ണുകൊണ്ട് കണ്ട് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ. ദെൻ ഓഡിറ്ററി ഉണ്ട്, അതായത് നമ്മൾ കേട്ട് ചെവി കൊണ്ടുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ എന്താണ്, നമ്മൾ ടേസ്റ്റ് ചെയ്തൊക്കെ പഠിക്കുന്ന ടങ് കൊണ്ട്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, കാര്യങ്ങൾ തൊട്ട് അല്ലെ അങ്ങനെയൊക്കെ മനസ്സിലാക്കുന്നത് നമ്മുടെ എന്താണ് സ്കിന്ന് കൊണ്ടുള്ളതാണ് അല്ലെ. അപ്പം അതുപോലെ തന്നെ എന്താണ്, നമ്മൾ സ്മെല്ല് ചെയ്തൊക്കെ കാര്യങ്ങൾ, ഇപ്പൊ പൂവിന്റെ സ്മെല്ലുകള് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ഫുഡിന്റെ സ്മെല്ല്, അങ്ങനെ അതൊക്കെ കുട്ടികൾ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ഡിഫറെന്റ് സെൻസുകൾ യൂസ് ചെയ്തുകൊണ്ടുള്ള ആ ഒരു ലേണിംഗ് ആണ് ഇവിടെ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കുട്ടികൾ കൂടുതൽ ഇനീഷ്യേറ്റീവ് ചെയ്ത് എടുക്കുന്ന കാര്യം ആയതുകൊണ്ട് തന്നെ ടീച്ചേഴ്സിന്റെ റോൾ എന്ന് പറയുന്നത്, ടീച്ചേഴ്സിന്റെ റോൾ എന്താണ്, ടീച്ചേഴ്സ് ഒരു ഫെസിലിറ്റേറ്റർ ആണ്. കുട്ടികൾക്ക് ആവശ്യമുള്ള ഗൈഡൻസ് കൊടുക്കുക, അവരെ സപ്പോർട്ട് ചെയ്യുക, അവർക്ക് വേണ്ട ഫെസിലിറ്റീസ് ഒക്കെ ഒരുക്കി കൊടുക്കുക, നല്ലൊരു ലേണിംഗ് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ കുട്ടികളെ എന്താണ്, അവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാനും അവരെ ലേണിംഗിൽ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ഹെൽപ്പ് ചെയ്യുക. അപ്പൊ ഇതിലൂടെ എന്താണ്, കുട്ടികൾ ഗ്രൂപ്പായിട്ടൊക്കെയാണ് പഠിക്കുക. അപ്പൊ അവർക്ക് എന്താണ്, നല്ല എന്താണ് മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യാനും അവനവന്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്ത് നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് ഗ്രോ ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, തേർഡ് വൺ നോക്കൂ, വാൾഡോഫ്. വാൾഡോഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണെന്ന് നോക്കാം. The Waldorf approach focus on a child's spirit, soul and body. Hands-on, play-based learning happens during a home-like settings with a predictable routine. Teachers seek to foster an inner drive for learning and to uncover a child's innate strength and skills. The Waldorf method is sort of different than most for a couple of other reasons. It excluded any kind of media, computer, video, or any electronics, and it does not involve traditional academics. Children are not introduced to reading with the preschool years. This happened in the first grade in the Waldorf. അപ്പൊ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും അവരുടെ സ്പിരിറ്റും സോളും ബോഡിയും ഒക്കെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു രീതിയിലാണ് ഈ ഒരു അപ്രോച്ചിലൂടെ ലേണിംഗ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇവിടെ എന്താണ്, കുട്ടികള്
കൈകൊണ്ട് ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യുക, പ്ലേ ബേസ്ഡ് ആയിട്ട് ചെയ്യുക, ലേണിംഗ് ബൈ ഡൂയിങ്ങും ലേണിംഗ് ബൈ എക്സ്പെരിമെന്റിങ്ങും ലേണിംഗ് ബൈ പ്ലേയിങ്ങിലൂടെയൊക്കെയാണ് ഇവിടെ വീട്ടിലെ പോലെയുള്ള ഒരു സിറ്റീസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പം അവിടെ എന്താണ് ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുള്ള റൊട്ടീൻസ് ഒക്കെയാണ്, എങ്കിൽ കൂടിയും എന്താണ് കുട്ടികൾ വളരെ ഫ്രീ ആയിട്ടാണ് ലേണിംഗിൽ ഇൻവോൾവ് ആവുന്നത്. അപ്പൊ ഇവിടെ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്ത് ലേണിംഗിൽ കുട്ടികളുടെ ഉള്ളിലുള്ള ഒരുപാട് കഴിവുകളുണ്ട്, ഇൻബോൺ ആയിട്ടുള്ള സ്കില്ലുകളും സ്ട്രെങ്ത്തുകളും ഒക്കെ മാക്സിമം പുറത്തോട്ട് കൊണ്ടുവരാൻ വേണ്ടി അവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് ടീച്ചർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് ഈ ഒരു വാൾഡ് ഓഫ് മെത്തേഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മറ്റുള്ള മെത്തേഡ്സിൽ നിന്നും ഇത് ക്വൈറ്റ്ലി ഡിഫറെന്റ് ആണ്. കാരണം ഇവിടെ ഒരു മീഡിയാസും യൂസ് ചെയ്യുന്നില്ല, എസ്പെഷ്യലി ഇലക്ട്രോണിക് മീഡിയാസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. അതായത് കമ്പ്യൂട്ടറോ വീഡിയോയോ മറ്റുള്ള ഇലക്ട്രോണിക് ആയിട്ടുള്ള ഒരു ഗാഡ്ജറ്റുകളും ഇവിടെ യൂസ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള ആ ഒരു എന്താണ് പഠിക്കുക, ആ ഒരു ക്ലാസ് റൂം, ആ ഒരു രീതിയല്ല ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്താണ് എസ്പെഷ്യലി പ്രീ സ്കൂളിൽ ബുക്സിനൊന്നും വലിയ പ്രാധാന്യമില്ല. കുട്ടികളൊക്കെ ഈ പ്രീ സ്കൂളുകളിൽ, അതായത് വേൾഡ് ഓഫ് മെത്തേഡിലുള്ള പ്രീ സ്കൂളുകളിൽ കുട്ടികൾ ആ ഒരു പ്രീ സ്കൂൾ എഡ്യൂക്കേഷനിൽ വായിക്കാനൊന്നും പഠിക്കുന്നില്ല. അവർ ഫസ്റ്റ് ഗ്രേഡ് ഒക്കെ എത്തുമ്പോഴാണ് ആ ഒരു റീഡിംഗ് ഒക്കെ പഠിക്കുന്നത് തന്നെ. അപ്പൊ ഇവിടെ പ്രീ സ്കൂൾ എഡ്യൂക്കേഷനിൽ അവർ ഇത്തരത്തിലുള്ള കളികളിലൂടെയും ആക്ടിവിറ്റീസിലൂടെയും ഒക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കിൻഡർ ഗാർഡൻ. കിൻഡർ ഗാർഡൻ എന്താണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. ആരാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് അറിയാം അല്ലെ? ഫ്രെഡറിക് ഫ്രോബൽ ആണ്. അദ്ദേഹം ഒരു ജർമ്മൻ എഡ്യൂക്കേറ്റർ ആണ് കേട്ടോ. അപ്പം അദ്ദേഹമാണ് നമ്മുടെ കിൻഡർ ഗാർഡൻ എന്നുള്ള ടേം കോയിൻ ചെയ്തത്. അതിന് 3 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ ഒക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 3 to 7 years ഓൾഡ് ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു സിസ്റ്റമാണ് കിൻഡർ ഗാർഡൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് അദ്ദേഹം അവിടെ ഡിഫറെന്റ് സെറ്റ്സ് ഓഫ് ടോയ്സ് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കിൻഡർ ഗാർഡനിൽ. ആ ടോയ്സിനെ അറിയപ്പെടുന്നതാണ് ഗിഫ്റ്റ്സ്. നമ്മൾ ഓൾറെഡി മരിയ മോണ്ടിസോറിയെ കുറിച്ച് പറഞ്ഞു. മോണ്ടിസോറി മെത്തേഡ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് മാനിപ്പുലേറ്റീവ്സ് ആണ് അല്ലെ, ടോയ്സും ടൂൾസും പറയുന്നത്. പക്ഷെ ഫ്രെഡറിക് ഫ്രോബലിന്റെ കിൻഡർ ഗാർഡനിലുള്ള ചോയ്സിനെ നമ്മൾ ഗിഫ്റ്റ്സ് എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് ഈ ഗിഫ്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് കുറച്ച് 3D വിഷ്വലൈസേഷൻ ഉള്ള, ഇമാജിനേഷൻ ആ ഒരു പവർ ഒക്കെ സ്ട്രെങ്തൻ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ടോയ്സ് ആണ് കേട്ടോ ഇവിടെ ഉള്ളത്. സിമ്പിൾ ആണ്, നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കമ്മിങ് ചാപ്റ്റേഴ്സിലും അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, 4th യൂണിറ്റിൽ നമുക്ക് ഇൻഡെപ്ത് ആയിട്ട് ഫ്രോബലിന്റെ ഡിഫറെന്റ് ഐഡിയാസും ഐഡിയോളജിയും ഫിലോസഫി ഒക്കെ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പൊ സിമ്പിൾ ആയിട്ട് ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് ഹൈസ്കോപ്പ്. High-scope program, a student's day consists of hands-on experience in well-organized classroom with consistent daily routine. അപ്പൊ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് നല്ല നല്ല എക്സ്പീരിയൻസുകൾ കിട്ടുക ഡിഫറെന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിലൂടെ. ക്ലാസ് റൂമിൽ ഓൾറെഡി ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുള്ള, അത്യാവശ്യം നന്നായിട്ട് നല്ല സ്റ്റാൻഡേർഡോട് കൂടെ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഡെയിലി റൊട്ടീനാണ് അവിടെ ഉള്ളത്. അപ്പൊ അവിടെ കുട്ടികൾക്ക് എന്താണ് അവരുടെ ഒരു കാര്യങ്ങൾ ചെയ്ത് കളികളിലൂടെയൊക്കെ പഠിക്കുന്നതിലൂടെ പുതിയ പുതിയ എക്സ്പീരിയൻസുകൾ കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്താണ് there is focus on academics based on child development research. Teachers use a way of scaffolding, supporting students at their current level and nudging them to increase and build skills. അപ്പൊ എന്താണ് ടീച്ചേഴ്സ് ഇവിടെ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ടീച്ചേഴ്സ് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്കഫോൾഡിംഗ് ആണ്. അതായത് കുട്ടികളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അവരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് അവർക്ക് മുന്നോട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് ടീച്ചേഴ്സിന്റെ റോൾ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ടീച്ചേഴ്സ് എന്താണ് ചെയ്യുന്നത്, കുട്ടികൾക്ക് വേണ്ട സൂട്ടബിൾ ആയിട്ടുള്ള എൻവയോൺമെന്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് ടീച്ചേഴ്സ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിലൂടെ കുട്ടികൾ എന്ത് ചെയ്യാൻ പറ്റും, ഓരോ കാര്യങ്ങൾ ചെയ്തും അതുപോലെ തന്നെ കളിച്ചും ഒക്കെ അവർ ആ ഒരു ലേണിംഗ് എക്സ്പീരിയൻസുകൾ നേടിയെടുക്കും. അപ്പോൾ
അതിലൂടെ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ടീച്ചേഴ്സ് യൂസ് എ വേ ഓഫ് സ്കഫോൾഡിംഗ് എന്നാണ് പറഞ്ഞത് അല്ലെ. സ്കഫോൾഡിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും മലയാളത്തിൽ ഒരു കൈത്താങ് എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല സപ്പോർട്ട് ചെയ്ത് അവരെ മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്താണ് അവർക്ക് പുതിയ പുതിയ സ്കില്ലുകൾ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുക, അവരെ എന്ത് ചെയ്യുക, നമ്മൾ ഗൈഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക. എ ഹൈ സ്കോപ്പ് പ്രോഗ്രാം യൂസ് എ റിസർച്ച് ബേസ്ഡ് അപ്രോച്ച് കോൾഡ് ആക്റ്റീവ് പാർട്ടിസിപ്പേറ്ററി ലേണിംഗ്. അപ്പൊ ഇത് റിസർച്ചിലൂടെ എന്താണ് പഠനത്തിലൂടെ കണ്ടെത്തി ആ ഒരു രീതിയാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് കുട്ടികൾ ആക്റ്റീവ് ആയിട്ട് ലേണിംഗ് പ്രോസസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് പുതിയ പുതിയ എക്സ്പീരിയൻസുകൾ നേടിയെടുക്കുക എന്നുള്ളതാണ്. A tenet of this method is that the plan, do, review sequence. അപ്പൊ ഇതിനുള്ള മെയിൻ ആയിട്ടുള്ള ഈ ഒരു മെത്തേഡ്സിന്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്ലാൻ, ഡു, റിവ്യൂ ആണ്. ഒരു കാര്യം എന്താണ് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുക, അത് എന്നിട്ട് ആ ഒരു പ്ലാൻ ചെയ്ത കാര്യം പ്രാക്ടിക്കലായിട്ട് ചെയ്യുക, എന്നിട്ട് ആ പ്രാക്ടിക്കലായിട്ട് ചെയ്ത കാര്യം ഒന്നുകൂടെ റിവ്യൂ ചെയ്ത് നോക്കുക. ആ ഒരു രീതിയിലാണ് ഇത് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്യുന്നത്. അതായത് ബിഫോർ ബിഗിനിങ് ആൻ ആക്ടിവിറ്റി സ്റ്റുഡൻസ് ആക്റ്റീവ്ലി ക്രിയേറ്റ് ആൻഡ് എക്സ്പ്രസ് ആൻ ഐഡിയ ഫോർ വാട്ട് ദേ ആർ സെറ്റിംഗ് ഔട്ട് ടു ഡു, ഹൂ ദേ വിൽ ഡു ഇറ്റ് വിത്ത്, ഹൗ ഇറ്റ് വിൽ ഗോ. അപ്പൊ എന്താണ് അവര് നന്നായിട്ട് പ്ലാൻ ചെയ്യും. അതായത് അവരുടെ ഐഡിയ, അവരെന്താണ് ചെയ്യാൻ പോകുന്നത്, ആരുടെ കൂടെയാണ്, ഗ്രൂപ്പായിട്ടാണോ ഇൻഡിവിജ്വൽ ആയിട്ടാണോ, അതെങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് പ്ലാൻ ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും, ആ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യും. കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, അതായത് വൺസ് ആൻ ആക്ടിവിറ്റി ഈസ് കംപ്ലീറ്റഡ് ദേ റിവ്യൂ ഹൗ ഇറ്റ് വെന്റ്, ടേക്കിംഗ് ഓണർഷിപ്പ് ഇൻ ദ ലേണിംഗ് പ്രോസസ്. അത് എങ്ങനെയാണ് അത് ചെയ്തു കഴിഞ്ഞിട്ട് റിവ്യൂ ചെയ്യും അല്ലെ. അത് എങ്ങനെയുണ്ടായിരുന്നു, അത് നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് അവരൊന്ന് അവലോകനം ചെയ്തിട്ട് അവര് കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ ഒന്നുകൂടെ റിപ്പീറ്റ് ആയിട്ട് ചെയ്യും, ഒന്നുകൂടെ റിവ്യൂ ചെയ്യും, ഓക്കെ ആണ്, അപ്പൊ നെക്സ്റ്റ് ലെവലിലോട്ട് പോകും. ആ ഒരു രീതിയാണ് കേട്ടോ ഇവിടെ ഫോളോ ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാങ്ക് സ്ട്രീറ്റ് ആണ്. ദ ബാങ്ക് സ്ട്രീറ്റ് അപ്രോച്ച് ഈസ് പ്ലേ ബേസ്ഡ് ആക്റ്റീവ് ലേണിംഗ് ത്രൂ എക്സ്പീരിയൻസ്. അപ്പൊ ഇവിടെ എന്താണ് പ്ലേ ബേസ്ഡ് ലേണിംഗ് ആണ്. കുട്ടികൾ ആക്റ്റീവ് ആയിട്ട് ലേണിംഗിൽ ഇൻവോൾവ്ഡ് ആയിട്ട് അവർക്ക് പുതിയ പുതിയ എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു രീതിയാണ് ബാങ്ക് സ്ട്രീറ്റ് അപ്രോച്ച് എന്ന് പറയുന്നത്. അത് കൂടുതലും എന്താണ് പ്ലേ ബേസ്ഡ് ആണ് കേട്ടോ. ദിസ് പ്രോഗ്രാം വാസ് ഓൾസോ ഡെവലപ്ഡ് ബേസ്ഡ് ഓൺ ചൈൽഡ് ഡെവലപ്മെന്റ് റിസർച്ച്. അപ്പോൾ നമ്മള് ഹൈസ്കോപ്പ് പറഞ്ഞതുപോലെ തന്നെ ഇതും ഒരു ചൈൽഡ് ഡെവലപ്മെന്റ് റിസർച്ചിന്റെ ഭാഗമായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നതാണ്. വിത്ത് അറ്റൻഷൻ ഓൺ മെന്റൽ, സോഷ്യൽ, ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ ഗ്രോത്ത്. അപ്പൊ എന്താണ് കുട്ടികളുടെ ഫിസിക്കൽ ഡെവലപ്മെന്റിന്റെ കൂടെ തന്നെ അവരുടെ മെന്റൽ ഡെവലപ്മെന്റും സോഷ്യൽ ഡെവലപ്മെന്റും ഇമോഷണൽ ഡെവലപ്മെന്റും ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. Classroom materials are basic and open-ended to encourage their imagination, and therefore the teacher is seen as a facilitator. അപ്പൊ ക്ലാസ് റൂമിലുള്ള മെറ്റീരിയൽസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാല് കൂടുതലും അവരുടെ ഇമാജിനേഷൻ സ്ട്രെങ്തൻ ചെയ്യാനും അവരുടെ ക്രിയേറ്റിവിറ്റി സ്ട്രെങ്തൻ ചെയ്യാനുമുള്ള ടൈപ്പ് ഓഫ് ഓപ്പൺ എൻഡഡ് ആണ്. ഒന്നിൽ നിന്ന് അടുത്തയിലോട്ട് അവർക്ക് കണ്ടിന്യൂ ആയിട്ട് പോകാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ആണ് ക്ലാസ് റൂമിൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ കുട്ടികൾ സ്വയമാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. സ്വയം കാര്യങ്ങൾ ചെയ്യേണ്ടത് കൊണ്ട് തന്നെ എന്താണ് ടീച്ചേഴ്സ് ഓവറായിട്ട് ഇവരുടെ കാര്യത്തിൽ ഇൻവോൾവ് ചെയ്യേണ്ട കാര്യമില്ല. ടീച്ചർ ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ടാണ് ബാങ്ക് സ്ട്രീറ്റ് മെത്തേഡിൽ നിൽക്കേണ്ടത്. നമ്മൾ ഹൈസ്കോപ്പിൽ പറഞ്ഞപ്പം ടീച്ചർ ഒരു സ്കഫോൾഡർ ആണ്, കുട്ടികളെ താങ്ങി നിർത്തുന്ന ഒരാളായിട്ടാണെങ്കിൽ ഇവിടെ എന്താണ് ടീച്ചർ ഒരു ഫെസിലിറ്റേറ്റർ ആണ്, കുട്ടികൾക്ക് ആവശ്യമുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഒരുക്കി കൊടുക്കുന്ന ഒരു ആള്. ആ ഒരു രീതിയിൽ കുട്ടികൾക്ക് നല്ല ഫ്രീ ആയിട്ടുള്ള ലേണിംഗ് എൻവയോൺമെന്റ് ഒരുക്കി കൊടുത്ത് അവരെ മുന്നോട്ട് ലീഡ് ചെയ്യുന്ന ഒരാളാണ്. ലെസൺസ് ഹാപ്പൻ ത്രൂ ഹാൻഡ്സ് ഓൺ ആക്ടിവിറ്റീസ് ലൈക്ക് പസിൽസ്, ബ്ലോക്സ്, ആർട്ട് ആൻഡ് പ്ലേ. അതുപോലെ തന്നെ എന്താണ് ഇവിടെ പ്രത്യേകിച്ച് ഒരു ബുക്ക് ഓറിയന്റഡ് ആയിട്ടുള്ള ലേണിംഗ് അല്ല ഉള്ളത്. പകരം എന്താണ് കുട്ടികൾ കൈകൾ കൊണ്ട് ഡിഫറെന്റ് ആക്ടിവിറ്റീസ് ചെയ്യുക, പസിൽസും ബ്ലോക്സും ഒക്കെ പോലെയുള്ള, അതുപോലെ ആർട്ട് പ്ലേയിലൂടെയൊക്കെയാണ് കുട്ടികൾ പഠിക്കുന്നത് എന്നുള്ളതാണ്. അതാണ് ബാങ്ക് സ്ട്രീറ്റ് മെത്തേഡ്. നമുക്ക് ലാസ്റ്റ് ആയിട്ട് പഠിക്കാനുള്ളത് പാരന്റ് കോർസ് ആണ്.
If you would like to be directly involved with your child's school experience, consider a cooperative preschool where parents work closely with the classroom teachers. The parents involved usually choose a teacher to hire. Then moms and dads might help with the lessons, observe classroom behavior, and share within the business operation by serving on the school's board of directors. അപ്പൊ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പാരന്റ്സ് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാണ് കുട്ടിയുടെ ആ ഒരു സ്കൂൾ എക്സ്പീരിയൻസിലൊക്കെ ഇൻവോൾവ് ചെയ്യുന്നു. അതുപോലെ തന്നെ എന്താണ് കുട്ടിയുടെ ക്ലാസ്സിൽ പോയിട്ട് ഇരുന്നിട്ട് കുട്ടിയുടെ ബിഹേവിയർ ഒക്കെ ഒബ്സർവ് ചെയ്യുന്നു. അതുപോലെ തന്നെ ക്ലാസ് റൂമിൽ ടീച്ചേഴ്സുമായിട്ടും ഒക്കെ ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ടീച്ചേഴ്സുമായിട്ടും കുട്ടിയെ കുറിച്ച് മനസ്സിലാക്കാനും ഒക്കെ ആ ഒരു എന്താണ് ഡയറക്റ്റ് ആയിട്ട് ലൈവ് ആയിട്ടുള്ള ഒബ്സർവേഷനിലൂടെ മനസ്സിലാക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. ആ ഒരു ടൈപ്പ് ഓഫ് സ്കൂളിംഗ് ആണ് പാരന്റ് കോപ്സ് എന്ന് പറയുന്നത്. ഇവിടെ പാരന്റ്സ് എന്ത് ചെയ്യും ടീച്ചേഴ്സിന് നമ്മള് പൊതുവേ നോർമൽ സ്കൂളുകളിൽ എപ്പോഴെങ്കിലും എക്സാം ഒക്കെ കഴിയുമ്പോൾ ഒരു എന്താണ് പാരന്റ്സ് മീറ്റിംഗ് ആ ഒരു കണ്ടക്ട് ചെയ്യും, സ്കൂളുകൾ തന്നെ കണ്ടക്ട് ചെയ്യും, ആ ഒരു രീതിയിലാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. നോർമൽ അവരുടെ ഡേ ടു ഡേ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിന്റെ കാര്യത്തിൽ പാരന്റ്സിന് ഇടപെടാനും അതിലെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്താണ് കുട്ടികളുടെ അമ്മയും അച്ഛനും ഒക്കെ വന്നിട്ട് എന്ത് ചെയ്യും കുട്ടികളുടെ ക്ലാസ് റൂം ഒബ്സർവ് ചെയ്യുന്നു, കുട്ടിയുടെ ബിഹേവിയർ മനസ്സിലാക്കുന്നു, സ്കൂളിന്റെ എന്താണ് അവിടെ ടീച്ചേഴ്സിന്റെയും സ്കൂളിന്റെ ഫംഗ്ഷനിങ് ഒക്കെ മനസ്സിലാക്കിയിട്ട് അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വേണമെങ്കിൽ എന്ത് ചെയ്യും ടീച്ചേഴ്സിനോടും അതുപോലെ തന്നെ സ്കൂളിലുള്ള പ്രിൻസിപ്പാളിനോടോ മറ്റുള്ള മാനേജ്മെന്റിനോടോ ഒക്കെ ഡയറക്റ്റ് ആയിട്ട് സജഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പൊ ഈ ഒരു പാരന്റ്സ് കോപ്സിലൂടെ കൂടുതലും എന്താണ് പ്രീ സ്കൂളില് പാരന്റ്സിന് ഇപ്പൊ ചില സ്കൂളുകളിൽ എന്താണ് ഇപ്പൊ മീറ്റിംഗ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരുപാട് പാരന്റ്സിന് ഒരുമിച്ചായിരിക്കും. അപ്പൊ പാരന്റ്സിന് അവരുടെ ഒപ്പീനിയൻസ് ഒക്കെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പൊ മിക്ക സ്കൂളുകളും എന്താണ് സ്കൂളിന്റെ രീതിയിൽ തന്നെയാണ് പോകുന്നത് അല്ലെ. പാരന്റ്സിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാലും പരിഗണിക്കാം എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഈ ഒരു പാരന്റ് കോപ്പ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇതിന് പാരന്റ്സിന്റെ ആ ഒരു ഇൻവോൾവ്മെന്റിന് വേണ്ടിയിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രീ സ്കൂൾ സെറ്റപ്പ് ആണ്. ഇവിടെ പാരന്റ്സിന്റെ ഒപ്പീനിയന് വാല്യൂ കൊടുക്കുന്നു. അതുപോലെ തന്നെ എന്താണ് ഇപ്പൊ പാരന്റ്സിന് ഇപ്പൊ നമുക്കുണ്ടാവും നമ്മള് മക്കള് ഏതെങ്കിലും സ്കൂളിലൊക്കെ പോകുമ്പോ എന്താണ് ഈ ഒരു രീതിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു, ഇങ്ങനെയായിരുന്നു നല്ലത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ പറയും അല്ലെ. നമുക്ക് വീട്ടിലിരുന്നായിരിക്കും നമ്മൾ കൂടുതലും പറയുന്നത്. അപ്പൊ ഈ ഒരു പാരന്റ് കോപ്പ് സിസ്റ്റത്തിൽ എന്താണ് പാരന്റ്സിന് ഡയറക്റ്റ് ആയി സ്കൂളിൽ പോയിട്ട് അതൊക്കെ വാച്ച് ചെയ്ത് ഒബ്സർവ് ചെയ്ത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് അതിൽ വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് സ്കൂളിന്റെ സിസ്റ്റം ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം ഈ ഒരു സിസ്റ്റത്തിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ശരിക്കും പ്രീ സ്കൂൾ എഡ്യൂക്കേഷനിലെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയാണ് അല്ലെ. അപ്പൊ പാരന്റ്സിന്റെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ സ്കൂളിന്റെ രീതികൾ മാറ്റുന്നത്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ടു നോട്ടീസ് ഹൗഎവർ ദാറ്റ് കോപ്സ് റിക്വയർ മെനി റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ടൈം കമ്മിറ്റ്മെന്റ്സ്. അപ്പൊ ഇവിടെ പാരന്റ്സിന് എന്താണ് ഒരുപാട് സമയം ആവശ്യമാണ്. അതുപോലെ തന്നെ അതിൽ ഇൻവോൾവ് ആവേണ്ടി വരും. അപ്പൊ സ്കൂളുകൾ അത് ചേഞ്ച് ചെയ്യുമ്പോൾ അതിന്റെ ഭാഗമായിട്ടൊക്കെ നിൽക്കേണ്ടതായിട്ട് വരും. അപ്പോ പാരന്റ്സിന് ഒരുപാട് സമയവും ഉത്തരവാദിത്തങ്ങളും ആവശ്യമാണ്. അപ്പൊ ആ ഒരു കാര്യമാണ് ഇതില് ഒരു പ്രശ്നമായിട്ട് അല്ലെങ്കിൽ പാരന്റ്സിന് ഇപ്പൊ ജോലിയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അതിന്റെ പുറകെ നടക്കാനൊന്നും സമയം ഉണ്ടാവില്ല. അതുപോലെ തന്നെ എന്താണ് ഒരു പരിധിവരെ ഇതൊരു നല്ല കാര്യമാണ്. കാരണം നമ്മുടെ മക്കള് പഠിക്കുമ്പം ഏതൊരു രീതിയിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് അവിടെ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൂടെ സജസ്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നല്ലൊരു കാര്യം കൂടിയാണ്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി ടെക്സ്റ്റ് ബുക്ക് 1-2-3 പ്രാവശ്യം നല്ല രീതിയിൽ നല്ല കോൺസെൻട്രേഷനോട് കൂടെ വായിക്കുക. ദെൻ സെൽഫ് അസസ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യുക കേട്ടോ. അതായത് ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അംഗൻവാടിയും ബാൽവാടിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പോ അതിൽ ചെറിയ ചെറിയ ഡിഫറൻസുകൾ ഉണ്ട്. അപ്പൊ അത് നിങ്ങൾ എഴുതുക. ദെൻ ക്രിഷയുടെ ഫീച്ചേഴ്സ്. അപ്പം ക്രിഷയുടെ ഫീച്ചേഴ്സ് എഴുതുമ്പോൾ നിങ്ങൾ സെക്കൻഡ് യൂണിറ്റിൽ ക്രിഷയെ കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ഒന്ന് ആ ഒരു നമ്മള് ഡിഫറെന്റ് ഗവൺമെന്റിന്റെ പോളിസീസ് ഒക്കെ ഡിസ്കസ് ചെയ്തിരുന്നില്ലേ. അതുപോലെ തന്നെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയും
അതുപോലെ പ്രീ പ്രൈമറി സ്കൂൾ അക്രഡിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ, അതൊക്കെ കഴിഞ്ഞിട്ട് ആ ഒരു പാർട്ടിൽ കൃഷിയെ കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയി കൊടുത്തിട്ടുണ്ട്. അതും കൂടെ റെഫർ ചെയ്തിട്ട് എഴുതുക കേട്ടോ. അതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ സിമ്പിൾ ആണ്. അപ്പൊ നിങ്ങൾ അതൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്ത് നല്ല രീതിയിൽ ടെക്സ്റ്റ് ബുക്ക് വായിക്കാം. ഓക്കെ, ബൈ, താങ്ക് യു.